ഹലോ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് പാർട്ട് 5 ഒക്കെ എടുത്ത് കാണാം. അപ്പോൾ അതിലുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ. പാർട്ട് 6, പാർട്ട് 5 ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രോബ്ലംസാണ്. ഡിറ്റർമിൻ ദ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ദ ഫ്ലോയിങ് പേഴ്സൺ ഫോർ ടാക്സ് പേർപ്പസ്. അതായത് നമ്മളോട് താഴെ കൊടുത്തിട്ടുള്ള ആളുകളുടെ ലീഗൽ സ്റ്റാറ്റസ് ആണ് പറഞ്ഞിട്ടുള്ളത്, കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽ ആണോ, എന്താണ് പേഴ്സൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് പർപ്പസിൽ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 7ഓളം പേഴ്സൺസ് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ലോക്കൽ അതോറിറ്റി അല്ലേ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, AOP ആൻഡ് BOI വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഇൻകം ടാക്സിൽ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓരോ പാർട്ട് വീഡിയോയും അടുത്ത പാർട്ടിലോട്ടുള്ള കണ്ടിന്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആയാൽ നമുക്ക് ഇൻകം ടാക്സ് കുഴപ്പമില്ല, അതൊരു സബ്ജക്റ്റാണ് എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലീഗൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സൺ അല്ലേ. പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ ഇൻഡിവിജ്വൽ വരാം, HUF വരാം, കമ്പനി വരാം, അല്ലേ അറിയാം, ആൻഡ് BOI വരാം, ഇങ്ങനെ ഇവരൊക്കെ വരാം. അപ്പോൾ നമ്മൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ മിസ്റ്റർ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽ അല്ലേ. ദെൻ എക്സ് ലിമിറ്റഡ്, കോട്ടയം മുനിസിപ്പൽ കോർപ്പറേഷൻ, XY and Z റണ്ണിങ് എ ബിസിനസ് വിത്തൗട്ട് രജിസ്ട്രേഷൻ ആസ് എ പാർട്ണർഷിപ്പ്. ബാർ കൗൺസിൽ ഓഫ് കർണാടക, കേരള യൂണിവേഴ്സിറ്റി, ഗുരു ഗ്രാന്ഥ സാഹിബ്. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ്, പ്രഭ ബുക്സ് ഓൺഡ് ബൈ മിസ് പ്രഭ. എ മുസ്ലിം undivided family running a common business, a Hindu deity, Ernakulam Block Panchayat. PQR Private Limited, joint venture of Private Limited. B. ANSI, a firm, and Mr. Lal, XY and Z, who claim to be illegal heirs of a deceased businessman, Mr. A. 3 students who jointly took a lottery ticket and won the prize. അപ്പോൾ ഇതിലൊക്കെ നമ്മളോട് ഇവരുടെ ലീഗൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻകം ടാക്സിൽ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് ഹെഡ്സിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. മേ ബി ഇൻഡിവിജ്വൽ ആവാം, കമ്പനി ആവാം, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഹെഡ്സിലാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് മാത്രം ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മിസ്റ്റർ മോഹനാണ് അല്ലേ. നമുക്ക് ആൻസറിലോട്ട് പോകാം. ഫസ്റ്റ് വൺ മിസ്റ്റർ മോഹൻ, അവരെന്താണ്, ഇൻഡിവിജ്വലാണ് അല്ലേ. മിസ്റ്റർ മോഹൻ എന്താണ്, ഇൻഡിവിജ്വൽ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനി അല്ലേ, കമ്പനിയാണ്. കോട്ടയം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അതെന്താവും, ലോക്കൽ അതോറിറ്റി ആവും. ലോക്കൽ അതോറിറ്റിയിലാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇതൊക്കെ വരുന്നത് ലോക്കൽ അതോറിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്, കോട്ടയം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റി ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ, രണ്ടാമത്തേതെന്ന് പറയുന്നത് കമ്പനി, മൂന്നാമതെന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റി. ഓക്കെ, ഇനി XY and Z റണ്ണിങ് എ ബിസിനസ് വിത്തൗട്ട് രജിസ്ട്രേഷൻ ആസ് എ പാർട്ണർഷിപ്പ്. അപ്പോൾ പാർട്ണർഷിപ്പ് അല്ല, ഇവരൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്താണ്, AOP ആൻഡ് BOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, AOP ആൻഡ് BOI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവരെന്താ ഒരു കൂട്ടം പേഴ്സൺസ് ഉണ്ടായിരിക്കും അല്ലേ, അവരാണ് അവിടെ എന്ത് ചെയ്യുക, ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അവരൊരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫേമിൻ്റെ അണ്ടറിലാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് അതൊരു ഫേം എന്നുള്ള കണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ ഇതെന്താണ്, നാലാമത്തത് AOP ആൻഡ് BOI എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുക. ഇനി ബാർ കൗൺസിൽ ഓഫ് കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, എന്താണ് ബാർ കൗൺസിൽ ഓഫ് കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണാടകയിലുള്ള ഒരു പ്രൊഫഷണൽ ലോയേഴ്സിൻ്റെ കൗൺസിൽ ഉണ്ടാവില്ലേ, അതിനെയാണ് ഇവിടെ ബാർ എന്ന് പറയുന്നത്. മറ്റൊരു ഉദ്ദേശത്തോടെ ഉദ്ദേശിക്കേണ്ട, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ പ്രൊഫഷണൽ ബോഡി ഓഫ് ലോയേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ എന്താണ് വരിക, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ തന്നെയാണ് അല്ലേ. ദെൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു ലീഗൽ എൻറ്റിറ്റിയാണത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ. ഗുരു ഗ്രാന്ഥ സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, ദെൻ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ്. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാണ് അല്ലേ. പ്രഭ ബുക്സ് ഓൺ ബൈ മിസ് പ്രഭ എന്താണ്, ഇൻഡിവിജ്വലാണ്. പ്രഭ ബുക്സ് ഓൺ ബൈ മിസ് പ്രഭ എന്താ, ഇൻഡിവിജ്വലാണ്. എ മുസ്ലിം അൺഡിവൈഡഡ് ഫാമിലി റണ്ണിങ് എ കോമൺ ബിസിനസ് എന്താണ്, AOP on BOI. എ ഹിന്ദു ഡേറ്റി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. എറണാകുളം ബ്ലോക്ക് പഞ്ചായത്ത് ലോക്കൽ അതോറിറ്റിയാണ്. ഓക്കെ, ദെൻ PQR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കമ്പനിയാണ്. ജോയിൻറ്റ് വെഞ്ചർ ഓഫ് P ലിമിറ്റഡ് ആൻഡ് ബിയാൻസി ആൻഡ് മിസ്റ്റർ ലാൽ എന്താ, AOP. XYZ X, Y and Z who claim to be the legal heirs of deceased businessman Mr. A, that is POI. 3 students who jointly took a lottery ticket and won the prize എന്താണ്, BOI ആണ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. സ്റ്റുഡൻസ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ ജയ്സൽ ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ. നമുക്ക് കിട്ടുന്ന ഹിൻസൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഓക്കെ, ലെഫ്റ്റ് ഫോർ USA ഫോർ ദ ഫസ്റ്റ് ടൈമാണ് USA പോകണത്. എന്നാണ്, 15th February 2024 അല്ലേ. ഫോർ ബിസിനസ് പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ ജയ്സൽ ഇന്ത്യയിൽ നിന്നും US പോകുന്നത്. ഇങ്ങനെ US പോയത് 15th February 2024 ഓക്കെ, ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ടനെ റിട്ടേൺ വന്നു. ആ റിട്ടേൺ വന്നത് 1/4/2024 ആൻഡ് എഗെയിൻ വെൻ ഫോർ യൂറോപ്യൻ ടൂർ. പിന്നീട് എന്ത് ചെയ്തു, യൂറോപ്യൻ ടൂർ പോയി. അത് പോയത് 13th April 2024 ഓക്കെ. ഹി റിട്ടേൺ ടു ഇന്ത്യ 5/3/2025 ഇന്ത്യയിലോട്ടനെ റിട്ടേൺ വന്നിട്ടുണ്ട്. ആൻഡ് റിമൈൻഡ് ഇൻ ഇന്ത്യൻ കൺട്രി ആൻഡ് റിമൈൻഡ് ഇൻ ദ കൺട്രി ദെറാഫ്റ്റർ അല്ലേ. പിന്നീട് അവർ ഇന്ത്യയിൽ തന്നെ സ്റ്റേ ചെയ്യാണ് ചെയ്തത്. ഫ്രം ദ ബിസിനസ് ഇൻ യൂറോപ്പ് ഹി ഏൺ എ നെറ്റ് ഇൻകം ഓഫ് 50 lakh. അവർക്ക് എന്തുന്നുണ്ട്, യൂറോപ്പിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25. ഈസ് ഹി ലയബിൾ ടു പേ ടാക്സ് ഇൻ ഇന്ത്യ ഓൺ എ ബിസിനസ് ഇൻകം ആൻഡ് അബ്രോഡ്. അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് ഇൻകം അബ്രോഡിൽ നിന്നും ഏൺ ചെയ്യുന്നുണ്ട്. ആ ഇൻകത്തിന് അദ്ദേഹം ഇവിടെ ടാക്സ് പേ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ ജയ്സൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ്. അദ്ദേഹം US ഫസ്റ്റ് ടൈം പോകുന്നത് 15th February 2024 ഓക്കെ. അദ്ദേഹം അങ്ങനെ പോയത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നീട് 1st April 2024 ഇന്ത്യയിലോട്ട് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയി. അങ്ങനെ യൂറോപ്യൻ ട്രിപ്പ് പോയത് 13th April 2024 തന്നെയാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നത് 5/3/2025 തിരിച്ചു വന്നത് ഇന്ത്യയിലോട്ട്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവർക്ക് യൂറോപ്പിലുള്ള ബിസിനസ്സിൽ നിന്നും ഇൻകമായിട്ട് 50 ലക്ഷം ലഭിച്ചു. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, പ്രീവിയസ് ഇയറിലുള്ള അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മളോട് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യാൻ അവർ ലയബിളാണോ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് അല്ലേ. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ ലയബിളാണോ ലയബിളല്ലേ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ബേസിക് കണ്ടീഷൻസ് അറിയണം. ബേസിക് കണ്ടീഷൻസ് അറിയില്ലേ നിങ്ങൾക്ക്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് അറിയണം. പ്രീവിയസ് ഇയർ ഏതാണ്, 2024-25 നമ്മുടെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത്, അതറിയാലോ. 2024 നമ്മുടെ 2024-25 നമ്മുടെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് അല്ലേ, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് അറിയേണ്ടത് എന്താണ്, ഈ ബേസിക് കണ്ടീഷൻസ് ആണ്. ബേസിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിൻ്റെ കൂടെ തന്നെ പ്ലസ് 365 ഡേയ്സ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്
അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇദ്ദേഹം 182 ഡേയ്സ് ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജയ്സൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ ഇദ്ദേഹം പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം 2024-25 ആണെന്നുള്ളത് നമുക്കറിയാം, അല്ലേ? പക്ഷേ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഏത് 2024-25 ആണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഏതാണ്? 1st April, അല്ലേ? 1st April 2024 to 31st March 2025 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മിസ്റ്റർ ജയ്സൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ, എത്ര ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഇദ്ദേഹം ഇത്ര ഡേയ്സ് ഇവിടെ നിന്നു, ഇത്ര ഡേയ്സ് പോയി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു 1st April 2024 to 31st March 2025 ഇടയിൽ എത്ര ഡേയ്സ് ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1st April 2024 അദ്ദേഹം ഇന്ത്യയിലോട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലുണ്ട് ആൾ, അല്ലേ? 1st April 2024 to 24 മുതൽ അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ഏത് വരെ ഉണ്ട്? 13th April 2024 വരെ ഇന്ത്യയിലുണ്ട്, അല്ലേ? അപ്പോൾ അന്ന് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എത്ര ദിവസം ആൾ നിന്നിട്ടുണ്ട് നോക്കിയൊക്കെ. എത്ര ദിവസം ആൾ ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്? 13 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലോട്ട് വന്ന ദിവസവും ഇന്ത്യയിൽ നിന്ന് പോയ ദിവസവും ഇന്ത്യയിലുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 13 ഡേയ്സ് അദ്ദേഹം ഏപ്രിലിൽ നിന്നിട്ടുണ്ട്, അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5 മാർച്ച് 2025 അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. അദ്ദേഹം 1st April 2024 ഇന്ത്യയിലോട്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു, അല്ലേ? 1st April 2024 തിരിച്ചു വന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് 13th April 2024 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ഒരു പീരീഡിൽ ആളപ്പം എന്തുണ്ട്? ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. സോ അത് കാരണം തന്നെ അദ്ദേഹം 2024 13 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? 13 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 13 ഡേയ്സ് മതിയോ? ഇല്ല. പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വീണ്ടും ഇദ്ദേഹം ഇന്ത്യയിലോട്ട് പിന്നീട് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th March 2025 5th March 2025 ഇന്ത്യയിലോട്ട് പിന്നീട് തിരിച്ചു വന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 5th March 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം വീണ്ടും ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്നാ തിരിച്ചു വന്നത്? 5th March 2025. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇയാൾ എന്താണ്? ഇന്ത്യയിലാണ് സ്റ്റേ ചെയ്തിക്കാണ്. പിന്നീട് ഒരു തിരിച്ചുപോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല, അല്ലേ? ഇന്ത്യയിൽ നിന്നിക്കാണ്. അപ്പോൾ പക്ഷെ നമുക്ക് ആ ഒരു പീരീഡ് ഫുൾ നമുക്ക് കണക്കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 31st March 2025 വരെ ഉള്ളൂ. 1st April 2024 to 31st March 2025 വരെയാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയറിൽ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്ന ഡേറ്റ് എന്ന് പറയുന്നത് March 5 അല്ലേ? അപ്പോൾ ആ March 5 മുതൽ 31st March വരെയുള്ള ആ പീരീഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, കാരണം അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നത്, അല്ലേ? സോ അത് കാരണം നമുക്ക് ഈ ഒരു പീരീഡിൽ എത്ര ഉണ്ടായിട്ടുണ്ടെന്നേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ 5th March 2025 മുതൽ 31st March 2025 വരെ അദ്ദേഹം 27 ഡേയ്സാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എത്ര ഡേയ്സാണ്? 27 ഡേയ്സാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയേ, അല്ലേ? 1st March 2025 മുതൽ 31st March 2025 വരെ എത്ര ഡേയ്സ് ഉണ്ടെന്നൊന്ന് കണക്കൂട്ടി നോക്കിയേ. അപ്പോൾ നമുക്കറിയാം 27 ഡേയ്സാണുള്ളത്. സോ അത് കാരണം തന്നെ ഇദ്ദേഹം ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ എത്ര ഡേയ്സാണ് ഉണ്ടായിട്ടുള്ളത്? പ്രീവിയസ് ഇയറിൽ 13 ഡേയ്സ് പ്ലസ് 27 ഡേയ്സാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? 1st April തൊട്ട് ഇദ്ദേഹം എന്തുണ്ടായിരുന്നു? ഒരു മാസം ഇന്ത്യയിലുണ്ടായിരുന്നു. പിന്നെയാണ് യൂറോപ്യൻ ട്രിപ്പൊക്കെ പോയത്. പിന്നെ യൂറോപ്യൻ ട്രിപ്പൊക്കെ മതിയാക്കിയിട്ട് അദ്ദേഹം വന്നത് എന്നാണ്? March 5 ആയിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ 57 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? 57 ഡേയ്സാണ് ഈ ഒരു പ്രീവിയസ് ഇയറിലെ ആൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ അത് കാരണം തന്നെ ഇവരെന്ത് ചെയ്യുന്നില്ല? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 182 ഡേയ്സ്
കണ്ടീഷൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സോ അത് കാരണം നമുക്ക് ആ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻസ് പ്രകാരം ഇദ്ദേഹം എന്തല്ല, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ഇനി നമുക്കൊരു ബേസിക് കണ്ടീഷൻസ് കൂടെ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, പ്രീവിയസ് ഇയറിൽ 16 ഡേയ്സോ അതല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ 365 ഡേയ്സും ഇതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിൽ 4 പ്രീവിയസ് ഇയറിലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ നമുക്ക് ഇദ്ദേഹത്തിന് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു? റെസിഡൻ്റ് ആണെന്ന് പറയാൻ സാധിക്കുമായിരുന്നു. ബട്ട് ഇദ്ദേഹം ആകെ 57 ഡേയ്സ് മാത്രമേ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ളൂ. 57 ഡേയ്സ് മാത്രമേ ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ളൂ. സോ അത് കാരണം തന്നെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻസും ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അത് കാരണം തന്നെ നമുക്ക് ഇദ്ദേഹം എന്താണെന്ന് പറയാൻ പറ്റും? നോൺ റെസിഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. എന്താണ്? നോൺ റെസിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ അത് കാരണം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള, അബ്രോഡിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇൻകത്തിന് ഇദ്ദേഹം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. 50 ലാക്ക് ആയിക്കോട്ടെ, ബട്ട് ഇയാളെന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് ആയതിനാൽ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 15 ലാക്കിന് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഇവർ റെസിഡൻ്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അബ്രോഡിൽ നിന്ന് ഇൻകം ലഭിക്കുന്നുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ആ ബിസിനസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് കേസിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു, ടാക്സ് പേ ചെയ്യാൻ ലേബിൾ ആവുമായിരുന്നു. ഇനി അതല്ല, ഇനി ഇവർ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇവർ ടാക്സ് പേ ചെയ്യാൻ ലേബിൾ ആവുമായിരുന്നു. ബട്ട് ഹിയർ ഇവർ ബേസിക് കണ്ടീഷൻസ് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അത് കാരണം ഇവർ റെസിഡൻ്റേ അല്ല, അത് കാരണം ഇവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ അതാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്.